നമ്മുടെ ന്യൂസിലാൻഡിലെ ക്രിസ്മസ്, ന്യൂ ഇയർ സമയത്ത് ചില വീടുകൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ അലങ്കരിച്ച് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് നോട്ടീസിനകത്ത് കിട്ടുമ്പോൾ അതിനകത്ത് ലൊക്കേഷനും അഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിനകത്ത് ഇട്ടിട്ട് നമ്മൾ കാർ എടുത്ത് ഇങ്ങനെ ഇറങ്ങും. നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ആൾക്കാർ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 10 ദിവസമൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഒരു ഡിസംബർ ഡിസംബർ ഒരു 15 മുതൽ ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റ് വരെ, അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ സമയം വരെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഇങ്ങനെയുള്ള രീതികൾ. ഭംഗിയായിട്ടായിരിക്കും അവരത് അലങ്കരിച്ച് വെച്ചേക്കണത്. ഒത്തിരി കാശ് മുടക്കി അവരുടെ ടൈമും മറ്റു സംഭവങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവർ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെയാണെങ്കിൽ ക്രിസ്മസ് സാന്റാ പൂപ്പനാണെങ്കിൽ പിള്ളേരെ കയ്യിലെടുക്കാനുള്ള ഭാഗമായിട്ട് ചെറിയ മാജിക് ട്രിക്സുകളൊക്കെ കാണിക്കേണ്ടാവും. നല്ല രസമായിരുന്നു കാണാൻ. You've got hold of it, I have it. Don't let it go or it will break. Completely empty. Okay, now if we can get this to work, can you count to 3 for me? 1, 2, 3. Your school teachers have done very well. Okay, we'll try again. 1, 2, 3. and it's gone. Oh! You want to try? Look, I do have another lolly. Okay, just wave your finger over it. There it is. You want to try too, don't you? Yeah. You just really want the lolly. It's not the tricky one. അപ്പം അങ്ങനെ അതിൻ്റെ മെയിൻ ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അത് ഭയങ്കര ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെ ആൾക്ക് ഇതിന് മുമ്പിൽ ഇങ്ങനെ റെഡി ആയിട്ട് സ്വീകരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കി നിൽക്കുമ്പോൾ അവർ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് സംഭവമായിട്ട് എനിക്ക് തോന്നി. തുമ്പിപ്പെണ്ണിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണേന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് പുള്ളി കൊച്ചാണെങ്കിൽ അന്തം വിട്ട് മേളോട്ട് ഇരിക്കുക. പിന്നെ പെട്ടെന്ന് അകലേന്ന് നോക്കുമ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരെ പോലെ നമുക്ക് തോന്നും. ഒരു പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മോട്ടലാണ്. ആ മോട്ടലിനകത്ത് അവർ ബാക്കിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കണം. ഒത്തിരി ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റഫ് അതിനകത്ത് അവർക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടേക്ക് ചെന്ന് കാണുന്നൊരു സംഭവമായിട്ടത് മാറി. അപ്സരംശിയാണ് ഈ നാട് വിട്ടതിന് ശേഷം വാഴ കണ്ടതിൻ്റെ സംഭവത്തിലാണ്.
അവിടെ ഒരു പുൽക്കൂട് കണ്ട് ഞാൻ ചുമ്മാ തുറന്നു നോക്കിയത് കണ്ടോ, ഉണ്ണീശോയും ഔസേപ്പിതാവും മാതാവിനെയും കണ്ടു. പിള്ളേര് പൊളിച്ച് ഉണ്ണിപ്പെണ്ണിൻ്റെ ചേച്ചിമാരാണ്ട.